യൂസർ JB എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്ന് നമുക്ക് വന്ന കമന്റ് ആണ്. വെൻ ഐ എം സാഡ് യുവർ വീഡിയോസ് മേക്ക് മീ ഫീൽ ബെറ്റർ. ഐ ആം സോ താങ്ക്ഫുൾ. നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നതിന് ഞാനല്ലേ താങ്ക് യു പറയണ്ടേ? താങ്ക് യു. നമ്മൾ സംസാരിച്ചധികം സമയം കളയുന്നില്ല. ബിഗ് ബോസ് സീസൺ 6 പ്ലസ് എപ്പിസോഡ് 38ന്റെ റിയാക്ഷൻ ആണ് ഇത്. നമ്മുടെ മെയിൻ എപ്പിസോഡായിട്ട് വരുമ്പോൾ 53ന്റെ ഒരു ബാക്കിയായിട്ട് വരും. അപ്പോൾ മെയിൻ എപ്പിസോഡ് കാണാത്തവർ പോയി കണ്ടിട്ട് വരാം. ലിങ്ക് ഇൻ ഹിയർ അല്ലെങ്കിൽ ഇൻ കമന്റ് ബോക്സ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബിഗ് ബോസ് പ്ലസിന്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് രതീഷും സിജോയും തമ്മിലുള്ള ഒരു സംസാരത്തിലാണ്. വേറൊന്നല്ല, സിജോ കാട്ടുതീയായി വന്നിട്ട് ഇവിടെ ഒന്നും കാണാനില്ലല്ലോ എന്ന് ബാക്കി വീട്ടുകാരുടെ ഇടയിൽ ഒരു സംസാരം ഉണ്ടെന്ന് രതീഷ് സിജോനോട് പറയുന്നു. പിന്നെ സിജോനത് അറിയാന്ന് ഞങ്ങൾക്ക് അറിയാലോ. ഇതാണ് ഗെയിം. ഗെയിമിൽ അകപ്പെടാനോ ഗെയിം കളിക്കാനോ ഞാൻ തയ്യാറല്ലെങ്കിൽ ഈ ആഴ്ച പറഞ്ഞു വിടും. ഒരു പ്രാങ്ക് അങ്ങനെ അവര് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തി. പ്രാങ്ക് സെറ്റ് ആയി. ഓക്കെടാ, നീ ഫയർ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഫയർ ഇവിടെ കാണിക്കേ. എന്ത് മോനെ, എന്താ പ്ലാനിങ്, എന്താ ആക്ടിങ്. കുടുംബം കളിക്കണ്ടാരും. ശരിയാ രതീഷ് ചേട്ടാ, ഇവിടെ ആരും കുടുംബം കളിക്കണ്ട. എനിക്കിനി ഗസ്റ്റ് ആവാൻ പറ്റില്ല. അറിയാതെ വന്നുപോയതാണ്. രതീഷ് മാക്സിമം ബാക്കി ഓരോരുത്തരോട് പോയിട്ട് സിജോ ആയിട്ട് വഴക്കുണ്ടായി ഇങ്ങനെ പറയുന്നുണ്ട്. ഫുള്ള് സേഫ് ഗെയിമേഴ്സ് ആണ്. അത് പൊളിക്കണം, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, പൊളിക്ക്. ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. വേറെന്താന്ന് വെച്ചാലേ, ഈ സീനിഞ്ഞ് കാണിക്കാണ്ട് ബിഗ് ബോസ് ഇത് ഔട്ട് വിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അടി പൊട്ടി തുടങ്ങി. പേടിക്കണ്ടെന്നേ, ആ മിടുക്കണ്ടിട്ട് പേടി തോന്നുന്നു. അടിയല്ല, അഭിനയം. ഇവന്മാരുടെ നാടകം കൊള്ളാം. എന്നാലും ഞാൻ ആലോചിക്കായിരുന്നേ, ഈ സിജോക്ക് ഇങ്ങനെ പ്രാങ്ക് കാണിച്ച് ഫയർ കാണിക്കാനേ പറ്റൂ, അല്ലാണ്ട് നിന്ന് സംസാരിക്കാൻ പറ്റില്ല. അല്ലേ കാണിച്ചു തരാം. ഇവൻ ആരാ വെടിക്കെട്ടുകാരനാ തീ പിടിപ്പിക്കാൻ? ഇതെന്താണ് ബോക്സിംഗ് മത്സരം? രണ്ടുപേരെ കസേരയിട്ട് അപ്പുറത്ത് പ്രതിരുത്തിയാണ്. എന്റെ പൊന്ന് സായി ചിരിപ്പിക്കാണ്ട് പോയേ. മനുഷ്യനെ വെറുതെ ചിരിപ്പിച്ച് കൊല്ലാനായിട്ട്. ഇരുന്നോടത്ത് ആരെങ്കിലും ഒരാൾ നീച്ച രണ്ടാളും തൂക്കിയെടുത്ത് ഓരോ റൂമിലിട്ട് ഡോർ ഞാൻ ലോക്ക് ചെയ്യും പവർ ഉപയോഗിച്ചിട്ട്. സായി ദേഷ്യപ്പെട്ടപ്പോ ചിരി വന്നത് എനിക്ക് മാത്രമാണ്, അത് നിങ്ങൾക്ക് വന്ന? ഞാൻ വന്ന സമയത്ത് ഞാൻ നേരെ നിന്ന് നോറ ബി ലൈക്ക്, ഇവരെന്തിനാ വെറുതെ ഫുഡ് കഴിച്ചോണ്ടിരിക്കണേ? എന്റെ മെക്കിട്ട് കയറണേ വിഷ വിത്ത് തന്നെയാണ്. ഞാനിപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ. രീതിയിൽ പല ആൾക്കാർക്കെതിരെ ഇപ്പൊ ഉപയോഗിച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ രശ്മി പറഞ്ഞു, ഇങ്ങനെ വേറെ ടോപ്പിക് ഒന്നും ഇവര് തമ്മിലുള്ള വഴക്കിൽ എടുത്തിടാൻ പറ്റില്ല, അത് പറ്റില്ല, ശരിയല്ല. സിജോ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ പറയും, അവര് വേണമെങ്കിൽ ഒന്ന് സംസാരിച്ചോട്ടെ. ദൈവമേ, വേറെ എന്താ വഴക്കല്ലാണ്ട് ബിഗ് ബോസ് ഹൗസിലുള്ളതെന്ന് പറഞ്ഞുതരോ? വന്നോന്നേ, ഞാൻ കൃത്യമായിട്ട് ആൾക്കാരുടെ പേരെടുത്ത് ഞാൻ പറഞ്ഞല്ലോ. നോറ, ഞാനിവിടെ മിണ്ടാതിരുന്ന് ഫുഡ് കഴിച്ചാലും എന്റെ നിലയ്ക്കോ? എന്താ കഥ ഇത്? സിജോയും കൺഫെഷൻ റൂമിലേക്ക് വരിക. ലാസ്റ്റ് വെച്ച് റിക്വസ്റ്റ് ചെയ്ത പോലെ തന്നെ രതീഷിനെയും സിജോനെയും കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു. സിജോ, തൽക്കാലം പ്രാങ്ക് അവസാനിപ്പിക്കാം. ബിഗ് ബോസ് പറഞ്ഞു, വളരെ ഇഷ്ടമായി, നല്ല സൂപ്പർ പ്രാങ്കാ. നിങ്ങളെ വല്ലാണ്ട് ഇത് കളിക്കാണ്ട് പോയി ടാസ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യ്. ഇതൊരു പ്രാങ്ക് ആണെന്ന് മറ്റുള്ളവർ അറിയണം. അപ്പൊ രതീഷ് പറയാണ്, ഇത് പ്രാങ്ക് ആണെന്ന് അവരോട് പറയണില്ല ബിഗ് ബോസ്. പറ്റില്ല, ഇന്ന് തന്നെ അവരോട് പറയണം പ്രാങ്ക് ആണെന്ന്. ശരി സാറേ, ഇനി ടാസ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടാസ്ക് കാണാത്തവര് മെയിൻ എപ്പിസോഡ് പോയി കണ്ടിട്ട് വരാം. ലിങ്കിൻ പിൻഡ് കമന്റ്. ഒക്കെ കഴിഞ്ഞു. ടാസ്കിൽ നമ്മുടെ റെഡ് ടീമാണ് ജയിച്ചത്. അപ്പൊ ഗബ്രി ഡിസ്കസ് ചെയ്യാം, റെഡ് ജയിച്ചാൽ ആരൊക്കെ പവർ ടീമിൽ വരും, ആരൊക്കെ ക്യാപ്റ്റൻ ആവുന്നു. അഭിഷേകിനല്ലെങ്കിൽ റസ്മിനെ ക്യാപ്റ്റൻ ആക്കും. നോറ എന്തായാലും ക്യാപ്റ്റനിലേക്ക് കയറാൻ ചാൻസ് ഇല്ല, നോറയ്ക്ക് പവർ ടീമിൽ കയറണം. രശ്മിനും അഭിഷേകിനും ക്യാപ്റ്റൻ ആക്കിയിട്ട് എന്നിട്ട് ഋഷിയും അഭിഷേകും നോറയും പവർ റൂമിൽ കയറും. എന്നിട്ട് അവരെ കൊണ്ട് ബാക്കിയുള്ള ആ ടീമിലെ മെമ്പേഴ്സിനെ എടുത്തിട്ട് പുറത്തുനിന്ന് ഒരാളെടുക്കും. ശ്രീധുവിനെടുക്കും അല്ലെങ്കിൽ അൻസിബിനെടുക്കും. നോറ അവിടെ ഉള്ളിടത്തോളം കാലം പുറത്തുനിന്ന് എടുക്കുന്ന ആള് ജാസ്മിൻ ആയിരിക്കില്ല, ഒന്നില്ലെങ്കിൽ അൻസിബ അല്ലെങ്കിൽ ശ്രീധു.
അത് കഴിഞ്ഞിട്ട് അഭിഷേക് പറയാണ് നമ്മുടെ ജിൻഡപ്പൻ ഏതെങ്കിലും ടാസ്കിൽ വെച്ച് പകരം വീട്ടി കഴിഞ്ഞാലേ ഒന്നും പറയാൻ പറ്റില്ല, മിണ്ടാണ്ടിരിക്കേണ്ടി വരും. ഒരു ലിമിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ജിൻഡോയും പുറത്ത് പോകുന്നറിയാം. ജിൻഡോ അർജുൻ പോടാ പറഞ്ഞ് പേടിപ്പിക്കാണ്ട്, പുള്ളി അങ്ങനെയൊന്നും ചെയ്യില്ല, പുള്ളി പഠിച്ചിട്ടാ വന്നാണ്, പുള്ളിക്ക് അറിയാം ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാണെന്ന്, അതുകൊണ്ട് ആൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ജിൻഡോയുടെ സെൽഫ് കൺട്രോളാ. ജിൻഡോ എന്തൊക്കെ സിജോ, ജിൻഡോക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വായുന്ന ഒരു അബദ്ധം വരും. നിന്റെ കാലിലൊക്കെ ഒന്ന് വീണ് ഇന്ന് ജിൻഡപ്പൻ എന്റെ തണ്ടലിനെ കുറ്റം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞാൻ അത് പുറത്ത് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞപ്പോ എന്റെ കാല് പിടിച്ച് മാപ്പ് പറയാണ് പുള്ളി. നമ്മുടെ റൂമിലോട്ട് കയറാൻ ഞാൻ ചെയ്യാണെന്ന് ഇവന്റെ കാല് കെട്ടി പിടിക്കുന്നത്. അഭിഷേക് അതാണ് നിന്റെ കാലുമ്പോ പുള്ളി വീണ് കിടന്നിരുന്നേ. സൂപ്പർ. ജാസ്മിൻ എല്ലാവരെയും പുച്ഛാലേ. അത് കഴിഞ്ഞ് രതീഷും ജിൻഡോം റൂമിലിരുന്ന് സംസാരിക്കുകയാണ്. രതീഷ് പറയാണ് നമ്മുടെ ജാസ്മിൻ എല്ലാരെയും ഭയങ്കര പുച്ഛമാണല്ലേ. അതെന്താ ഇങ്ങനെ? ലാലേട്ടന് വരെ പുച്ഛ, അപ്പോഴാണ് ബാക്കിയുള്ളവര്. എനിക്ക് ചോറൊക്കെ തന്നു. ജിൻഡ പറയാണ് ഇന്നെന്താന്നറിയില്ല, എന്നെ സ്നേഹത്തിലൊക്കെ വിളിച്ച് കുറെ ഫുഡൊക്കെ തന്ന്, ഞാൻ ഫുഡ് കിട്ടിയോണ്ട് പിന്നെ ഞാനൊക്കെ കഴിക്കും, ഞാൻ ആരെ തന്നെയൊന്നും നോക്കില്ല. രതീഷ് എടാ മണ്ടാത്, നീ മറ്റേ ബോംബ് ശ്രീത് പറഞ്ഞില്ലേ, അതെടുത്ത് പറയാണ്ടിരിക്കാനാ. അത് കഴിഞ്ഞപ്പോ നമ്മുടെ ജാസ്മിൻ ഫുഡ് എടുത്ത് നമ്മുടെ കലിപ്പന് കൊണ്ടേ കൊടുക്കാൻ പോവാ. ഫുഡ് ഉണ്ടാക്കാൻ നേരത്ത് മനസ്സിലായി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചുണ്ടാക്കാൻ നീ കഴിക്കണമെന്ന്. അച്ചോടാ നീ കഴിക്ക്. ആടാ ഗബ്രി ഒന്ന് പോ ജാസ്മിനെ, ഞാൻ ഇത്ര കലിപ്പൊക്കെ ഇട്ട് ഫുഡ് വേണ്ടാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ പുറത്തെ ഇമേജ് എന്തായിരിക്കും? നീ ഒന്നുകൂടി നിർബന്ധിച്ചാൽ ഞാൻ വേണമെങ്കിൽ കഴിക്കാം. എനിക്ക് പ്ലീസ്. നീ ഇത്രയും ഞാൻ കലിപ്പന ഞാൻ കഴിക്കില്ല, നീ ഒന്നുകൂടി നിർബന്ധിക്ക്. ഭക്ഷണം ഇപ്പൊ വേണ്ട, ഞാൻ എനിക്കടാ എന്റെ മോനെ നല്ല ചിക്കൻ കറിയും ചപ്പാത്തിയും തെണ്ടി തിന്നണില്ല, എന്നിട്ട് അവനെ പിടിച്ചിടിക്കണ അവനെ. എന്റെ പൊന്നോ, നമ്മളിനി എന്തൊക്കെ കാണണം. എനിക്ക് നീ കഴിക്കാതിരിക്കുന്ന കാണുമ്പോ വിഷമം വരുന്നുണ്ടല്ലേ? എനിക്കും വിഷമം വരുന്നടാ. ജാസ്മിനെ മതിയടാ. അതെ കടന്നു പോകൂട്ടുണ്ടാവും അത്തരം. നന്ദനെ എന്താന്ന്? അതെ കടന്നു പോകൂട്ടുണ്ടാവും അത്തരം. ഓ ആഗ്രഹിച്ചിട്ടും അതിൽ പാളിപ്പോയത് ആരാണ്? ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്താണ്, വേറൊന്നുമല്ല. ഇന്നത്തെ ദിവസം വൈറൽ ആവാൻ ചാൻസ് ഉള്ളത് ആരാണ്, എന്താണ് സന്ദർഭം, അതേപോലെ തന്നെ വൈറൽ ആവുമെന്ന് വിചാരിച്ചിട്ട് ചീറ്റി പോയത് ആരാണ്, എന്താണ് സന്ദർഭം. സായി ചേട്ടൻ വന്നിട്ട് മിണ്ടാണ്ടിരുന്നിട്ട് പവർ ടീമിന്റെ പവറും സായി ചേട്ടന്റെ വോയിസും വൈറലാ, ഭയങ്കര വൈറലാ. സായി എയറിലാന്നുള്ളൂ. ആരോഗ്യപരമായി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കളിയാക്കല്ല വേണ്ട. അപ്പൊ ചീറ്റി പോയെന്ന് പറഞ്ഞത് നമ്മുടെ ജിൻഡപ്പൻ സായിനെ തണ്ടലിന്റെ കേസിൽ കളിയാക്കിയതാണ്. സായി ചേട്ടൻ ഇതുവരെ ഒച്ച എടുത്ത് സംസാരിക്കണം ഞാൻ കണ്ടിട്ടില്ല. സായി ഞാനാ സായി ചേട്ടൻ ഒച്ചത്തില് ഭയങ്കരമായിട്ട് ഇനി അത്രയും നേരം കത്തിക്കൊണ്ടിരുന്ന രണ്ട് സിജോ വി ലൈക്ക് മണ്ടന്മാര് ഞങ്ങളുടെ പ്രാങ്ക് ആയിരുന്നു എന്ന് പറയുമ്പോ ഇവരൊക്കെ ചമ്മും. ഇവിടെ വന്ന് എന്റെ പൊന്നെ സീക്രട്ട് ഏജന്റ് അനങ്ങിന്ന് സായി മതിയടാ, എന്നെ ഇങ്ങനെ പൊക്കല്ലേ, ഞാൻ അങ്ങോട്ട് പൊന്തി പോവും. രണ്ടുപേരും മേ ബി ട്രോളാവും. നോറയുടെ ആ ഒരു സ്റ്റൈലും ആ ഗണ്ണ് പിടിച്ചിട്ട് നോറ സത്യായിട്ടും എന്റെ ഹൃദയം തരാം ഞാൻ. കാരണം ഞങ്ങൾ നടത്തിയത് പ്ലാൻഡ് ആയിട്ടുള്ള പ്രാങ്ക് ആണ്. അതിപ്പോ രതീഷ് പറയാണ് എടാ മണ്ടന്മാരെ ഇത് പ്രാങ്ക് ആയിരുന്നടാ, നിങ്ങളൊക്കെ ചമ്മിപ്പോയി. എറിഞ്ഞിട്ടിട്ടില്ല. അപ്പം അവന്റെ ആ എയർ നല്ലതായിരുന്നു. ആ എറിയാനല്ലെങ്കിൽ അവൻ നല്ല ബെസ്റ്റാ. രതീഷ് ഞങ്ങളുടെ പ്രാങ്ക് ആയിരുന്നു, നിങ്ങൾ ഞങ്ങളുടെ പ്രാങ്കിൽ വീണു, എന്താ ചെയ്യും, ഞങ്ങളുടെ ബുദ്ധിയെ. പിന്നെ മോയ അടിച്ചത് ഇപ്പൊ ഞാനാണ്. ഒരു തിരക്കഥ പാമ്പൊന്നും അല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് എന്താ അല്ലേ ഇവരിപ്പോ വൈറലാവെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതെന്ന് ഇപ്പൊ മനസ്സിലായില്ല. മീൻസ് രതീഷ് പറഞ്ഞു ഒന്ന് പറഞ്ഞത് കേട്ട് നീ അത് ചെയ്ത് അതെനിക്ക് ഇപ്പൊ ജാസ്മിൻ സിജോനോട് പറയാണ് എന്നാലും എന്റെ സിജോ ഇയാള് പറയണത് കേട്ടിട്ട് നിനക്ക് നാണുണ്ടാ? നിനക്ക് ഉളുപ്പുണ്ട് അല്പെങ്കിലും ഇയാള് പറയണത് കേട്ട് തുള്ളാനായിട്ട്. സായി വി ലൈക്ക് ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവരൊക്കെ സൂപ്പറാന്ന് പറയണ്ടില്ല, പുറത്ത് ഇങ്ങനെ തന്നെ ആയിരിക്കോ? നാളെ തൊട്ട് 1 വീതം 3 നേരം ദേഷ്യപ്പെടണം. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ബിഗ് ബോസ് പ്ലസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഉണ്ടായിരുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ടാറ്റാ.